എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകളുണ്ട്, എല്ലാം കിഴിക്കാത്തുണ്ട്. കീഴിലേക്ക് പോവാം. ഓക്കെ, ഇനി നീ ജയിച്ചോട്ടെ എന്ന് എഴുതിയിട്ടേ. കൊള്ളാം, പറഞ്ഞോ. തിരിച്ചു നോക്കിയില്ലേ, എന്നിട്ട് നടന്നില്ലല്ലോ. നടക്കൂല. ഇതിപ്പോ നിനക്ക് എന്തുകൊണ്ട് കിട്ടുന്നു എന്നല്ല ഞാൻ ചിന്തിക്കുന്നത്. എന്തുകൊണ്ട് ഞാൻ എപ്പോൾ ഇടുമ്പോഴും ടെയില് വീഴുന്നു എന്നുള്ളതാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, അതെന്തോ അസുഖമാണെന്നൊരു സംശയം എനിക്ക്. എന്തായാലും കൊണ്ടുപോയി കാണിക്കുന്നു ഡോക്ടറെ. വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഫസ്റ്റ് കിഴി കോപ്പ് ആങ്കിൾ. ഓഹോ. ധ്യാൻ ശ്രീനിവാസൻ, സൈജു കുറുപ്പ്, പിന്നെ അജു വർഗീസ്, ജാഫർ ഇടുക്കി, ജോണി ആന്റണി, ഇവരെല്ലാവരും ഒരുമിക്കുന്ന സിനിമയാണ്. ധ്യാൻ ശ്രീനിവാസൻ തന്നെയാണ് സിനിമയുടെ റൈറ്റർ. ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് വിനയ് ജോസ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. രസമുണ്ട്, നന്നാവട്ടെ. റൈറ്റർ ധ്യാൻ ശ്രീനിവാസനാന്ന് പറഞ്ഞപ്പോ പ്രതീക്ഷ ആക്ഷൻ ഹീറോ, സോറി, ലവ് ആക്ഷൻ ഡ്രാമ. ഇതിനു ശേഷം എഴുതുന്ന കഥയാണ് കേട്ടോ. ഓക്കെ, അടുത്ത കിഴി ഹൃദയഹാരിയായ പ്രണയകഥ. രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ, അതായത് എന്നാ താൻ കേസ് കൊടു എന്ന സിനിമയ്ക്ക് ശേഷം ഒരുക്കുന്ന സിനിമയാണ്. സിനിമയുടെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഒരു 3 ഫോട്ടോ കേട്ടോ വന്നിട്ടുള്ളത്, 3 പോസ്റ്റേഴ്സ്. ഇതേ ഒന്ന്, അതായത് 3 കാലഘട്ടത്തിൻ്റെ സംഭവം വ്യക്തമാണ്. 2 ന്യൂജൻ കൊള്ളാം, സംഭവം കിടക്കിയിട്ടുണ്ട് കേട്ടോ. മുകളിലൊരു ദേവനെ കണ്ടോ നീ? കണ്ടു. അയ്യോ, ചാക്കോച്ചനപ്പോ അതിലെന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും ക്യാരക്ടർ ആയിരിക്കുമോ? ചാക്കോച്ചന്റെ സിനിമയിലൂടെ ആ ഒരു സംഭവത്തിലൂടെയാണ് അവരുടെ പ്രണയം തുടങ്ങുന്നത്. അതിന്റെ ഒരു സാധനമാണ്. ആ ഒരു നന്ദി എപ്പോഴും ആ കടപ്പാട് കാണിക്കണല്ലോ. കുബേര, നമ്മുടെ ധനുഷ് നായകനാവുന്ന സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ. പിച്ചക്കാരനായിരുന്നു കുബേരനാക്കി. ധനുഷ്, നാഗാർജുന, പിന്നെ നമ്മുടെ രശ്മിക മന്ദാന പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് സിനിമയുടെ ഫസ്റ്റ് ലുക്ക്. ശേഖർ കമുല ആളാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കഥ, അതായത് നാഗാർജുന ഇതിലൊരു ഭയങ്കര പണക്കാരൻ, അല്ലെങ്കിൽ പണക്കാരനും ആയിരിക്കും, അതിൻ്റെ കൂടെ ഒന്നെങ്കിൽ ഒരു ഡോൺ ആയിരിക്കും. എന്നിട്ട് ആള് ഒരു പിച്ചക്കാരനായിട്ടുള്ള ഒരാളെ കണ്ടെത്തിയിട്ട് ഈ സാമ്രാജ്യം ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഒരു വെറൈറ്റി കഥ. നിന്റെ ഭാവനയല്ലേ, കുഴപ്പമില്ല, കിഴിയെടുത്തോ. എന്ത് ചെയ്യാൻ സാധ്യതല്ലേ? എങ്ങനെ സാധിക്കാലോ, എങ്ങനെ വേണമെങ്കിൽ സാധിപ്പിക്കാം. ഇപ്പൊ രശ്മിക മന്ദാനനെ വെച്ചിട്ടും വേണമെങ്കിൽ സാധിപ്പിക്കാം. അത് ശരിയാണ്, ചെറുക്കൻ തന്നെ. അതെ, ചെക്കൻ തന്നെ. ധോണിന്റെ മകളാണെങ്കിലോ? അത് ശരിയാണ്. അത് അതിന് ശേഷം സംഭവിക്കും. പലതും സംഭവിച്ചേക്കാം. പിച്ചക്കാരനായി നിൽക്കുന്ന സാഹചര്യമല്ലേ, അതിൽ നിന്ന് മാറിയിട്ടൊരു ലെവൽ വരുമല്ലോ. അതിനുശേഷം രശ്മികൊക്കെ പ്രാധാന്യം വരും. ഓക്കെ, അടുത്ത കിഴി കണ്ണപ്പ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. വിഷ്ണു മഞ്ജു നായകനാവുന്ന സിനിമയാണ്. ഇതിലാണ് നമ്മുടെ പ്രഭാസ് ഒരു കാമിയോ ചെയ്യുന്നത്, പിന്നെ ലാലേട്ടൻ്റെത് ഉറപ്പായിട്ടില്ല, അതിൻ്റെ ടോക്സ് നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. എന്തായാലും മോശമില്ലാത്തൊരു പോസ്റ്ററാണ്. നോക്കാം ലാലേട്ടൻ വരുമോ ഇല്ലയോ എന്ന്. അതെ, മുകേഷ് കുമാർ സിംഗ് ആണ് ഇതിന്റെ ഡയറക്ടർ. ഓക്കെ, അടുത്തത് ഒഡല 2. എനിക്ക് തരുമോ? തമന്ന നായികയാവുന്ന സിനിമയാണ്. എന്താണെങ്കിലും സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. ഇത് ഇന്നലെ ശിവരാത്രി ആയതുകൊണ്ടേ ഒരുപാട് അപ്ഡേറ്റ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ലുക്കും ഗ്ലിംസും കളിക്കായിരുന്നു. അശോക് തേജയാണ് സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടോ. കൽക്കി സിനിമയുടെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട് നമ്മുടെ പ്രഭാസിന്റെ. അത് 2 ക്യാരക്ടർ ആയിരിക്കുമല്ലോ ആൾക്ക്. അതില് ഭൈരവ, ക്രൂരനായ മനുഷ്യൻ. കിഡിലൻ പോസ്റ്ററാണത്, സൂപ്പർ പോസ്റ്റർ, വൺ ഓഫ് ദി ബെസ്റ്റ്. അതായത് ഇവര് കൽക്കിന്റെ ആദ്യം ഇട്ട പോസ്റ്ററൊക്കെ വെച്ച് നോക്കുമ്പോ അത് ഫസ്റ്റ് ലുക്ക് എന്നിട്ട് രണ്ടാമത് പിന്നെ മാറ്റി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതിന്റെ കളർ ഗ്രേഡിങ്ങിലായിരുന്നു അതിന്റെ പ്രശ്നം ഉണ്ടായിരുന്നത് കേട്ടോ. അത് ഒരു സ്വർണ്ണ കളറായിരുന്നു, അതങ്ങ് മാറ്റി. അത് ഇപ്പൊ ഇത് വന്നപ്പോ എന്താ രസം, കിട്ടുന്ന സാധനം.
അടുത്തത് എമ്പുരാൻ. എമ്പുരാൻ സിനിമേന്റെ ഒരു ലൊക്കേഷൻ സ്റ്റില് ഓക്കെ കാണാം. യെസ്, ഓക്കെ. അടുത്ത കിഴി എടുത്തോ. എമ്പുരാൻ. എമ്പുരാൻ എന്തായാലും 3rd ഷെഡ്യൂൾ കഴിഞ്ഞു. യെസ്, ഇനി ചെന്നൈയിലല്ലേ? ചെന്നൈ. ഓക്കെ. അടുത്ത കിഴി ആടുജീവിതം. യെസ്, ആടുജീവിതം സിനിമയുടെ ന്യൂ പോസ്റ്റർ ഇന്നലെ വന്നതാണ്. അതായത് നമ്മുടെ അമല പോൾ ആള് വുമൻസ് ഡേക്ക് സ്പെഷ്യലായിട്ട് ഇട്ടതാണ്. അടിപൊളി ഒരു പോസ്റ്റർ കേട്ടോ. അമല പോൾ ആളാണ് ഇതിൽ നായിക അല്ലേ? മാറ്റണോ? എനിക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല. അത് മാത്രം മിസ്കാസ്റ്റിംഗ് ആണ്. അടുത്തത് ലിറ്റിൽ ഹേർട്സ്. നമ്മുടെ ഷൈൻ ടോം ചാക്കോ, മഹിമ നമ്പ്യാരും. എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമായിരിക്കും. ഷെയ്ൻ നിഗവും മഹിമ നമ്പ്യാരും ഒരുമിക്കുന്ന സിനിമയാണ്. സിനിമയുടെ റിലീസ് മെയ്യിലേക്ക് പ്ലാൻ ചെയ്യുന്നു എന്നാണ് കേൾക്കുന്നത് കേട്ടോ. ഓക്കെ. ലിറ്റിൽ ഹേർട്സ് എബി ട്രീസ പോളും ആൻഡോ ജോസ് പെരേര രണ്ടുപേരുമാണ് സിനിമ. ആൻഡോ ജോസ് പെരേര, അലൻ ജോസ് അല്ല. ഓക്കെ. അടുത്ത കിഴി NBK 109. ഇന്നലെ ഗ്ലിംസ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ. എന്തായാലും അതല്ല നമ്മൾ പറയാൻ പോകുന്നത്. സിനിമയിൽ നമ്മുടെ തമൻ ഓൺ ബോർഡ്. മ്യൂസിക് ഓക്കെ. നല്ല കിടിലൻ ഒരു വെറൈറ്റി സാധനമായിരുന്നു കേട്ടോ. പക്ഷേ കോടാലില്ലാതെ മൂപ്പര് ഇങ്ങോട്ട് വരില്ല എന്നാണ് പറയുന്നത്. NBK 109, അതായത് നമ്മുടെ ബോബി കുല്ലിയാണ് സിനിമയുടെ സംവിധായകൻ. അപ്പം അടുത്ത കിഴി ഓക്കെ നോക്കാം. ബ്രഹ്മയുഗം സിനിമയുടെ 4th വീക്ക് പോസ്റ്റർ, സ്പെഷ്യൽ പോസ്റ്റർ. അത് ഓരോ വീക്കിലും ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1st വീക്ക്, 2nd വീക്ക്, 3rd വീക്ക്, 4th വീക്ക്. തല തിരിച്ചുകൊണ്ട് ഗംഭീരാണ്. ഓ ആ എക്സ്പ്രഷനൊക്കെ, ഓ മൈ ഗോഡ്. ഓക്കെ. അടുത്ത കിഴി SS രാജമൗലി അബൌട്ട് പ്രേമലു സിനിമയുടെ, അതായത് തെലുങ്ക് പതിപ്പ് അവിടെ തെലുങ്കാനയിൽ റിലീസായിട്ടുണ്ടായിരുന്നു. വളരെ മികച്ച അഭിപ്രായമാണ് അവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. SS രാജമൗലിയുടെ മകനാണ് ഇത് ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത്, അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും SS രാജമൗലി സിനിമ കണ്ടിട്ട് പറഞ്ഞ കാര്യങ്ങൾ, അതായത് ത്രോട്ട് ചിരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ മമിത ബൈജുവിൻ്റെ കഥാപാത്രത്തിന് അങ്ങ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. പിന്നെ സച്ചിനായിട്ട് വന്ന നമ്മുടെ നസ്ലൻ്റെ അഭിനയവും ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നമ്മുടെ മലയാള സിനിമയെക്കുറിച്ച് ഇപ്പോൾ മറ്റുള്ളവർക്ക് ഓരാതെ പറയേണ്ട സാഹചര്യം എന്നുള്ളത് തിരിച്ചായിരുന്നു കുറച്ച് മുമ്പ്. അവരുടെ സിനിമകൾ നമ്മൾ ഇവിടെ ഇരുന്ന് വാഴ്ത്തി പാടാറായിരുന്നു. മാറ്റം വന്ന് തുടങ്ങിയിരിക്കുന്നു. മാറ്റം അനിവാര്യമാണ്. ഓക്കെ. ലൂസിഫർ ടീം അഗൈൻ. ഇന്ദ്രജിത്ത് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ, പൃഥ്വിരാജ് നായകനാവുന്ന, അരുൺ ഗോപി സ്ക്രിപ്റ്റ് എഴുതുന്ന സിനിമയിൽ മുരളി ഗോപി, ഇതും അങ്ങനെ മാറുന്ന ഒരു പേരാണ് നേരത്തെ പറഞ്ഞ പോലെ. മുരളി ഗോപി സ്ക്രിപ്റ്റ് ചെയ്യുന്ന സിനിമയിൽ ലാലേട്ടൻ ഒരു കാമിയോ റോൾ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. ഖുറേഷി അബ്രാം ഖുറേഷി ചുമ്മാ പറഞ്ഞാണ്. അങ്ങനൊന്നും പറഞ്ഞിടല്ലേ. എന്നാ പിന്നെ അത് മതി. ഇനി എന്താണെങ്കിലും ലാലേട്ടന്റെ ഒരു കിടിലൻ കാമിയോ ഉണ്ടാവും എന്നാണ് കേൾക്കുന്നത്. ഉണ്ടാവട്ടെ. എന്താണ് തരൂ എടുത്തിട്ട് പോടെ. എപ്പിസോഡോടെ തീർന്നിരിക്കുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരുന്നത്. കണ്ണപ്പയിൽ എന്തായാലും ഞങ്ങൾ കൊണ്ടുവരും. അത് ശരിയാ. ഇന്ദ്രജിത്തിന്റെ സിനിമ പോലെ ഒന്നല്ല, കണ്ണപ്പിന് ഞങ്ങള് അടിക്കും.